നമ്മൾ അത്ഭുതം എന്നൊക്കെ വിളിക്കുന്ന കാര്യങ്ങൾക്ക് പിന്നിൽ കൃത്യമായൊരു ശാസ്ത്രമുണ്ടെങ്കിലോ? പരമഹംസ യോഗാനന്ദന്റെ ഒരു യോഗിയുടെ ആത്മകഥ നമ്മളെ ക്ഷണിക്കുന്നത് അങ്ങനെയൊരു ലോകത്തേക്കാണ്. കേൾക്കുമ്പോൾ ഇതൊരു ആത്മകഥയാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് നമ്മുടെ യാഥാർത്ഥ്യത്തെ നിയന്ത്രിക്കുന്ന ചില നിയമങ്ങളിലേക്കുള്ള ഒരു താക്കോലാണ്. ഈയൊരു വിശകലനം നമുക്ക് തുടങ്ങാം, പക്ഷേ ഒരു യോഗിയിൽ നിന്നല്ല, മറിച്ച് പ്രശസ്തനായൊരു ഭൗതിക ശാസ്ത്രജ്ഞനിൽ നിന്നാണ്. സർ ആർത്തർ എഡിങ്ടൺ പറഞ്ഞതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാണുന്ന തൊട്ടറിയുന്ന ഈ ലോകമുണ്ടല്ലോ, അത് യഥാർത്ഥത്തിൽ നിഴലുകൾ മാത്രമാണെന്നാണ്. ആ ഒരു ചിന്ത മാത്രം മതി ആത്മീയതയും ആധുനിക ശാസ്ത്രവും തമ്മിൽ നമ്മൾ കാണുന്ന ആ വലിയ അകലം ഇല്ലാതാകാൻ. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരും: ഈ നിഴലുകളുടെ ലോകത്തെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്നൊരു ശാസ്ത്രം പുരാതന യോഗികൾ പണ്ടേ കണ്ടെത്തിയിരുന്നെങ്കിലോ? ഈ പുസ്തകം ഉറപ്പിച്ചു പറയുകയാണ് അങ്ങനെയുണ്ടോ എന്ന്. ശരി, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ സാധാരണ യുക്തിയെ ചോദ്യം ചെയ്യുന്ന ചില സംഭവങ്ങളിലേക്കൊന്ന് കടന്നു നോക്കാം. ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന വിശ്വസിക്കാൻ പ്രയാസമുള്ള ചില അനുഭവങ്ങളാണിവ. സങ്കൽപ്പിക്കുക, ഒരു ചെറിയ കുട്ടി തന്റെ ചേച്ചിയുമായി തർക്കിക്കുന്നു. വെറുമൊരു വാശിക്ക് അവൻ പറയുന്നു, നോക്കിക്കോ, നാളെ എന്റെ കയ്യിലൊരു പരു വന്നിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നുമല്ലേ? പക്ഷേ അത്ഭുതമെന്നല്ലാതെ എന്തു പറയാൻ, അടുത്ത ദിവസം രാവിലെ അവൻ പറഞ്ഞ അതേ സ്ഥലത്ത് ഒരു വലിയ പരു. ഇത് വെറുമൊരു കഥയല്ല, നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം ശക്തിയുണ്ടെന്നതിന്റെ ഒരു തെളിവാണ്. ഇനി ഈ സംഭവം ഒന്ന് നോക്കൂ. ഒരേ സമയം രണ്ട് വ്യത്യസ്ത നഗരങ്ങളിൽ ഒരേ ഗുരു പ്രത്യക്ഷപ്പെടുന്നു. അതും പോരാതെ രണ്ട് സ്ഥലത്തുമുള്ള ആളുകളുമായി സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്ഥലത്തെയും കാലത്തെയും കുറിച്ചുള്ള എല്ലാ ധാരണകളും തകിടം മറിയുന്നില്ലേ? യോഗയുടെ സ്വാധീനം മനുഷ്യനിൽ മാത്രം ഒതുങ്ങുന്നുവെന്ന് കരുതരുത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. മാംസം പൂർണ്ണമായി ഉപേക്ഷിച്ച് പാലും ചോറും മാത്രം കഴിക്കുന്നൊരു സിംഹി, അതും പോരാതെ ഓം എന്ന പുണ്യശബ്ദം ഗർജിക്കാൻ പരിശീലിച്ച ഒന്ന്. പ്രകൃതിയുടെ അടിസ്ഥാന നിയമങ്ങളെപ്പോലും സ്വാധീനിക്കാൻ യോഗയ്ക്ക് കഴിയുമെന്നാണ് ഇതൊക്കെ കാണിക്കുന്നത്. അപ്പോ ഇതെല്ലാം വെറും കെട്ടുകഥകളാണോ? അതോ ഇതിനെല്ലാം പിന്നിൽ നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു നിയമം പ്രവർത്തിക്കുന്നുണ്ടോ? ഈ പുസ്തകം നമ്മളെ കൊണ്ടുപോകുന്നത് ആ നിയമത്തിന്റെ രഹസ്യങ്ങളിലേക്കാണ്. ഇതിന്റെയെല്ലാം അടിസ്ഥാനം മായ എന്ന ആശയമാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ, നമ്മൾ അനുഭവിക്കുന്ന ഈ ലോകം, അതിലെ സുഖവും ദുഃഖവും നല്ലതും ചീത്തയും ജനനവും മരണവുമെല്ലാം ഒരു വലിയ മിഥ്യാബോധത്തിന്റെ, ഒരു ഇല്യൂഷന്റെ ഭാഗമാണെന്നാണ് യോഗശാസ്ത്രം പറയുന്നത്. നമ്മുടെ ഈ ലോകം മുഴുവൻ ദ്വന്ദ്വങ്ങളാണ്, അല്ലേ? കാരണം ഫലം, വെളിച്ചം, നിഴൽ, ഇത് ശരിക്കും ഒരു നിഴൽ നാടകം പോലെയാണ്. എന്നാൽ യോഗികൾ പറയുന്നത് ഇതിനപ്പുറം ഒരു യാഥാർത്ഥ്യമുണ്ടെന്നാണ്. അവിടെ വേർതിരിവുകളോ ദ്വന്ദ്വങ്ങളോ ഇല്ല, എല്ലാം ഒന്നാണ്. അത് ശുദ്ധമായ ബോധത്തിന്റെയും പ്രകാശത്തിന്റെയും മാത്രം ലോകമാണ്. യോഗാനന്ദൻ ഇതിനെ വളരെ മനോഹരമായി ഉപമിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം ഒരൊറ്റ പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന ഒരു പ്രപഞ്ച സിനിമയാണ്. നമ്മളെല്ലാം അതിലെ വെറും കഥാപാത്രങ്ങൾ മാത്രം. അങ്ങനെയാണെങ്കിൽ യഥാർത്ഥ അത്ഭുതമെന്ന് പറയുന്നത് പ്രകൃതി നിയമങ്ങളെ ലംഘിക്കലല്ല, മറിച്ച് ആ സിനിമ പ്രൊജക്റ്റ് ചെയ്യുന്ന പ്രകാശത്തെക്കുറിച്ച്. അതിന്റെ രഹസ്യം അറിയാവുന്ന ഒരാൾക്ക് ആ സിനിമയിലെ ചിത്രങ്ങളെ തന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാൻ കഴിയും. ഒരു യഥാർത്ഥ ഗുരു ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മായയുടെ തിരശ്ശീലയ്ക്ക് പിന്നിലേക്ക് എങ്ങനെ കടന്നു ചെല്ലാം? അതിനൊരു വഴിയുണ്ട്. പുസ്തകം അതിനെ ഒരു ശാസ്ത്രം എന്ന് തന്നെയാണ് വിളിക്കുന്നത്: ക്രിയായോഗ. ഇതങ്ങനെ വെറുതെ സംഭവിക്കുന്ന ഒന്നല്ല. അതിന് ചിട്ടയായ ഒരു പരിശീലന രീതി തന്നെയുണ്ട്. ഒന്നാമത്തെ സ്റ്റെപ്പ്, നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുക. ശ്വാസം നിയന്ത്രിക്കുമ്പോൾ തന്നെ ശരീരത്തിലെ ആ ഒരു അസ്വസ്ഥമായ ഊർജ്ജപ്രവാഹം ശാന്തമാകും. അടുത്തതായിട്ട് നമ്മുടെ ശ്രദ്ധയെ പുറത്തുള്ള കാഴ്ചകളിൽ നിന്നും ശബ്ദങ്ങളിൽ നിന്നുമെല്ലാം പതിയെ പിൻവലിച്ച് പൂർണ്ണമായും ഉള്ളിലേക്ക് കൊണ്ടുവരുന്നു. അങ്ങനെയാണ് നമ്മുടെ യഥാർത്ഥ സ്വത്വത്തെ, ആത്മാവിനെ നേരിട്ടറിയാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഓരോ സ്റ്റെപ്പും എത്ര കൃത്യമായാണ് അടുത്തതിലേക്ക് നയിക്കുന്നത്. ഈ ശ്വാസത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നതിന് പ്രകൃതിയിൽ തന്നെ തെളിവുകളുണ്ട്. 300 വർഷം വരെ ജീവിക്കുന്ന ആമ 1 മിനിറ്റിൽ ശ്വസിക്കുന്നത് വെറും 4 തവണ മാത്രമാണ്. അതായത് ശ്വാസം എത്രത്തോളം പതുക്കെയാകുന്നോ ആയുസ്സും ശാന്തതയും അത്രത്തോളം കൂടുന്നു. ഇതിലെ ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, പുരാതന യോഗികൾ ആയിരക്കണക്കിന് വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മനസ്സിന്റെയും ദ്രവ്യത്തിന്റെയും ബന്ധത്തെക്കുറിച്ച് ആധുനിക ശാസ്ത്രം ഇപ്പോൾ പര്യവേഷണം ചെയ്യാൻ തുടങ്ങുന്നതേയുള്ളൂ എന്നതാണ്. ഇനി ഒരുപക്ഷെ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഏറ്റവും വലിയ ചോദ്യത്തിലേക്ക് വരാം: മരണത്തിനു ശേഷം എന്ത് സംഭവിക്കും? യോഗശാസ്ത്രത്തിനും അതിനുമൊരു ഉത്തരമുണ്ട്. യോഗയുടെ കാഴ്ചപ്പാടിൽ മരണം ഒരവസാനമല്ല. നമ്മുടെ ബോധം ഭൗതിക ശരീരമെന്ന വസ്ത്രമുപേക്ഷിച്ച് ഊർജം കൊണ്ടുള്ള സൂക്ഷ്മ ശരീരത്തിലേക്ക് മാറുന്നു, അത്രമാത്രം. ആ യാത്ര അവിടെയും തീരുന്നില്ല. പിന്നീട് ആശയങ്ങളുടെ മാത്രം ലോകമായ കാരണശരീരത്തിലേക്ക്. ചുരുക്കത്തിൽ ഇതൊരു യാത്രയുടെ തുടർച്ച മാത്രമാണ്.
അതുകൊണ്ടാണ് നല്ലവണ്ണം പരിശീലനം സിദ്ധിച്ച ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം മരണമെന്നത് ഒരു മുറിയിൽ നിന്നും മറ്റൊന്നിലേക്ക് കടന്നുപോകുന്നതുപോലെ സ്വാഭാവികമായ ഒരു കാര്യമാകുന്നത്. അവരുടെ ബോധത്തിനോ വ്യക്തിത്വത്തിനോ ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അപ്പോൾ ഈ അത്ഭുതങ്ങളും സിദ്ധാന്തങ്ങളും പരിശീലനങ്ങളുമെല്ലാം നമ്മളെ എവിടേക്കാണ് നയിക്കുന്നത്? ഈ യാത്രയുടെയൊക്കെ അവസാന ലക്ഷ്യമെന്താണ്? ഈ പുസ്തകത്തിന്റെ ഏറ്റവും ശക്തമായ സന്ദേശം ഒരുപക്ഷേ ഇതായിരിക്കും: ആത്മീയമായ പൂർണ്ണത നേടാൻ മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ടതില്ല. അത് ഏതൊരു വ്യക്തിക്കും സ്വന്തം പ്രയത്നത്തിലൂടെ സ്വയം പരിശ്രമിച്ച് നേടാനാകുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ട ആ അത്ഭുത കഥകളെല്ലാം ശരിക്കും പറഞ്ഞാൽ വഴിയരികിലെ ചില അടയാളങ്ങൾ മാത്രമായിരുന്നു. യഥാർത്ഥ ലക്ഷ്യം പുറത്ത് അത്ഭുതങ്ങൾ കാണിക്കുന്നതല്ല, മറിച്ച് ഉള്ളിലെ ഏറ്റവും വലിയ അത്ഭുതം കണ്ടെത്തലാണ്. നമ്മളും ഈ പ്രപഞ്ചവും അതിന്റെ സ്രഷ്ടാവും എല്ലാം ഒന്നാണെന്ന ആ തിരിച്ചറിവ്. ചുരുക്കത്തിൽ യോഗാനന്ദൻ നമ്മളോട് പറയുന്നത് ഇതാണ്: നിങ്ങൾ തിരയുന്ന ഏറ്റവും വലിയ രഹസ്യങ്ങൾ നക്ഷത്രങ്ങൾക്കിടയിലോ ഗാലക്സികൾക്കിടയിലോ അല്ല, അത് നിങ്ങളുടെ സ്വന്തം ബോധത്തിനുള്ളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്റെ വഴി കണ്ടെത്തി. ഇനി ചോദ്യം നിങ്ങളോടാണ്: നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കിയാൽ നിങ്ങൾ എന്തായിരിക്കും കണ്ടെത്തുക?